വോട്ടുകള്ളൻ അധികാരം വിട്ടൊഴിയണം എന്ന മുദ്രാവാക്യം ജനം ഏറ്റെടുത്തു. രാജ്യത്തെ മുഴുവനും അതിന് പ്രചാരം കിട്ടി എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടും രാഹുൽ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്താണ് ഇനി രാഹുൽ ഗാന്ധി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്? ഈ വോട്ട് ചോരി ആക്ഷേപവും അല്ലെങ്കിൽ ആരോപണവും ഉയർത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമോ, അതോ പുതിയ ഏതെങ്കിലും ഹൈഡ്രജൻ ബോംബോ നൈട്രജൻ ബോംബോ ഒക്കെ പൊട്ടിക്കുമോ? അല്ലെ, രാഹുൽ ഗാന്ധി പറഞ്ഞത് കൃത്യമാണ്. രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തു, പക്ഷെ സ്വന്തം പാർട്ടിയും നേതാക്കളും ഏറ്റെടുത്തില്ല. അതാണ് നാം കണ്ടത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 15 വോട്ട് കാണാനില്ല. 15 വോട്ട് മാത്രമല്ല, 30-ലധികം വോട്ടുകളുണ്ട്. അസാധുവായെന്നും പറയുന്നുണ്ടല്ലോ. അത് മനഃപൂർവ്വം തെറ്റിച്ച്. കാരണം കോൺഗ്രസ് പാർട്ടി തന്നെ ഞെട്ടിയത് ഈ വലിയ രീതിയിൽ KC വേണുഗോപാൽ അടക്കമുള്ള, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, പിന്നീട് ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഡൽഹി രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയെ, നരേന്ദ്രമോദിയെയും അമിത്ഷായും എല്ലാം വിരട്ടുന്ന ഒരു നേതാവുണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയെന്നാണ്. പരിശീലനങ്ങൾ നേരത്തെ തന്നെ MP-മാരെയും നേതാക്കളെയും അവിടെ എത്തിച്ചു. അവർക്ക് തെറ്റുള്ളവരെ പ്രത്യേകം പഠിപ്പിച്ചെടുത്തു. അങ്ങനെ പഠിപ്പിച്ചെടുത്തത് കൊണ്ടാണോ ഈ 30-ൽ ചുരുങ്ങിയതെന്ന് സംശയമുണ്ട്. ചിലപ്പോൾ അത് പഠിപ്പിക്കാതിരുന്നെങ്കിൽ അത് 60-ലേക്ക് 70-ലേക്ക് കടക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പല നേതാക്കളും ഇങ്ങനെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾ മുൻകാലങ്ങളിൽ കാണാത്തതിനേക്കാൾ വലിയ ഐക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജയറാം രമേശ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയാണ്, ഞങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു. 315 വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഫലം വന്നിട്ടുണ്ട്. 300-ലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു രീതി തന്നെയാണ് ഈ നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെ, വെടി പറയുക. ആ തള്ള്, ഒരു രാഹുലിന്റെ തള്ളു മാത്രമായിരുന്നു ഈ കാലത്തും ഈ ഉപതെരഞ്ഞെടുപ്പിന് കണ്ടത്. മാസങ്ങൾക്ക് മുൻപുള്ള തള്ളായിരുന്നു വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു, ചില തെളിവുകളുമായി രംഗത്ത് വരുന്നു. അങ്ങനെ തെളിവെന്ന് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിന് തന്നെ ഇതിലൊരു വിശ്വാസമില്ല. ഇതിന് പരാതി കൊടുക്കാം. അതെ, ഇതിന് പിന്നാലെ തരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണല്ലോ, ഇത് പരിശോധിക്കാം, നിങ്ങൾ തെളിവുമായി വരൂ. അത് പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ പോകൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി മറ്റൊരു യുവാവുമായി ഒരു സംഘർഷം നടക്കുമ്പോൾ ഇദ്ദേഹം പരാതിയുമായി പോകണം, അല്ലെ? പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയാലല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റും. അല്ലാതെ ഇദ്ദേഹം പറയുകയാണ് എന്നെ അയാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്താണ് പറയുന്നത്? എനിക്കെതിരെ പരാതിയില്ല, വനിതകൾ എനിക്കെതിരെ, ഇരകൾ എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൃത്യതയാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നിങ്ങൾ പരാതിയുമായി വരൂ. ആ പരാതി ഇല്ലാത്ത കാലം ഇദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദയനീയമായി പരാജയപ്പെട്ടു. എന്നിട്ട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോയിരിക്കുകയാണ്. സ്വന്തം മണ്ഡലം അമേഠിയെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മണ്ഡലമായ റായ്ബറയിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അദ്ദേഹം വലിയ സ്വീകരണമെല്ലാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്നെല്ലാണ് വാർത്തകൾ വരുന്നത്. എന്ത് വികസന പ്രവർത്തനമാണെന്ന് അറിഞ്ഞൂടാ. മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം. അദ്ദേഹം 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ സേവനം മലയാളികൾ അനുഭവിച്ചതല്ലേ. വയനാട്ടിലെ ഒരു തമാശ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ആന വയനാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന ഒരു തമാശ വയനാട്ടിൽ നിരന്തരം പറഞ്ഞു. കാട്ടിനുള്ളിൽ വസിക്കുന്ന കാട്ടാനകൾ രാഹുൽ വയനാട് സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ വയനാട്ടിൽ ഇറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ വന്നു എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ പറയുന്നത് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ കഴിവല്ല, അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാമല്ലോ. 2016 മുതൽ തന്നെ അവിടെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മിടുക്കാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തുടർഭരണവും ലഭിച്ചത്. നാം ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ഒരു പാർട്ടി കഴിഞ്ഞ് അടുത്ത പാർട്ടി വരികയാണ്. പക്ഷെ ഈ BJP സർക്കാർ കൃത്യമായി തുടർഭരണം തുടരുകയാണ്. ഇനിയും
ഈ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് 2 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഉവ്വ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലെ സർവേകളും മറ്റും സൂചിപ്പിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. പിന്നീട് പാർട്ടിക്ക് ഉണ്ടായിരുന്ന തർക്കം കൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാജയപ്പെട്ടതായി പാർട്ടി തന്നെ വിലയിരുത്തുകയും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി പ്രവർത്തിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി പറയുകയാണ്, എന്റെ ആരോപണം ഈ രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുമായി വരുമെന്ന്. എന്താണ് ഇനി വെളിപ്പെടുത്തൽ? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രജൻ ബോംബുമായി വരുമായിരിക്കും അല്ലെ. ഹൈഡ്രജൻ ബോംബ് എന്തായാലും ഇദ്ദേഹം ആറ്റം ബോംബുമായി പോയത് ബീഹാറിലേക്കാണ്. പിന്നെ ഈ ആറ്റം ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയത് കോൺഗ്രസിനാണ്. ആ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന് പൊട്ടിയപ്പോൾ കൂടെ നിന്ന RJDക്കും നിരന്തരം പരിക്ക് പറ്റിയിരിക്കുകയാണ്. ആ ബോംബ് മോദിക്കെതിരെ ഉള്ളതായിരുന്നു. മോദിയുടെ അമ്മയെ ആക്ഷേപിച്ചതിലൂടെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. RJDക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി മുതലാക്കാൻ അവിടെ BJPയുടെ നേതൃത്വത്തിൽ, NDA നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നാം കണ്ടത് കേരളത്തിൽ നിന്ന് പോയൊരു മിസൈലാണ്. ആ മിസൈലും അവിടെ തന്നെ വീണ് പൊട്ടിയിട്ടുണ്ട്. അത് VT ബലറാമിന്റെ BD പരാമർശമാണ്. അദ്ദേഹം മിസൈലിനെ BD ആയി അവിടെ അയക്കുകയും അത് പാർട്ടിക്കുള്ളിൽ തന്നെ, ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ അവസാന ഘട്ടത്തിൽ പറയേണ്ടി വന്നു. കോൺഗ്രസിനെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഇത്തരം നിരന്തരം ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ തന്നെ നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ എത്രത്തോളം പ്രതിസന്ധിയിലായെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാൾ തൊട്ടടുത്താണ് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവിടെ കോൺഗ്രസ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി RJDയെ പോലും കുഴിയിലാക്കുന്നത്. അവർ കൃത്യമായി സംഘടനാ സംവിധാനത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുകയാണ്. അവർ കുറച്ചു നാളുകളായി തന്നെ 10-20-25 കൊല്ലമായി രാഷ്ട്രീയത്തിൽ നിന്നും ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇടക്കാലത്ത് JDU ഒന്ന് മറുകണ്ഠം ചാടിയപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു. പക്ഷെ അവിടുത്തെ അധികാര കസേര ലഭിച്ചിട്ട് 10-25 കൊല്ലത്തിലധികം ആവുകയാണ്. അതെ, അങ്ങനെ ഒരു കസേര സ്വപ്നം കണ്ട് അവർ കൃത്യമായി സംഘടനാ പ്രവർത്തനം നടത്തി പോകുമ്പോഴാണ് ഈ കോൺഗ്രസിന്റെ അനാവശ്യ പരാമർശങ്ങളും അതോടൊപ്പം തന്നെ അനാവശ്യ വിവാദങ്ങളും ഉണ്ടാകുന്നത്. അത് കൃത്യമായി മുതലാക്കാൻ BJP കഴിയുന്നുണ്ട്. അതുപോലെ ഒരു അവസ്ഥ തന്നെയാണ് ഈ വോട്ട് ചോരി വിവാദം. അദ്ദേഹത്തിന് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. ഇത് എത്ര ഒരു പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ തന്നെ അപമാനകരമായ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും പോലെ നിങ്ങൾ പരാതിയുമായി വരൂ. ഇദ്ദേഹത്തെ കയ്യിൽ ഭരണഘടനയും കൊണ്ട് നടക്കുകയാണ് അല്ലെ. പണ്ട് കുട്ടികൾ ബാലരമയുമായി നടക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഈ ഭരണഘടനയുമായി നടക്കുകയാണ്. അങ്ങനെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പൗരനാണെങ്കിൽ അദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോകണം. അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇത്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു ദുരൂഹതയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കാണിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുകയാണ് ഇദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസം തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തി വരുന്നത്. ഇതിനെതിരെ എന്തായാലും കൃത്യമായി തന്നെ ജനങ്ങൾ രംഗത്ത് വരും. ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി മറുപടി നൽകി. ഇദ്ദേഹത്തിന്റെ 2004 മുതൽ 14 വരെ കോൺഗ്രസിന്റെ വിളയാട്ടമായിരുന്നു. ഇവർ ബാക്കി പ്രതിപക്ഷത്തെ പരിഗണിക്കില്ല, ജനങ്ങളെ പരിഗണിക്കുന്നില്ല. ഇവരെ വിചാരം എല്ലാ കാലത്തും ജനങ്ങൾ ഈ പാർട്ടി അങ്ങ് താങ്ങി നിർത്തുമെന്നാണ്, അടിമയാക്കി വച്ചിരിക്കാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നൽ എന്തായാലും ജനങ്ങൾ തുടർച്ചയായി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ തോന്നലുണ്ട്. കുറച്ച് അദ്ദേഹത്തിന് എന്തായാലും കൃത്യമായി ചികിത്സ നടത്തേണ്ട ഒരു കാര്യമുണ്ട്. ഈ 100 സീറ്റിൽ പോലും നേടാൻ കഴിയാത്ത ഇദ്ദേഹമാണ് ഇപ്പോൾ അല്ലെ വലിയ വിജയവുമായി അവകാശപ്പെട്ട് നടക്കുന്നത്. എന്തോ മാനസിക പ്രശ്നമുണ്ട് ഇദ്ദേഹത്തിന്. അല്ലാതെ ഇത്തരം അല്ലെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു ആക്ഷേപം, ഒരു ആരോപണവുമായിട്ട്. കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ 400 സീറ്റ് നേടി വിജയിച്ച ഒരാളാ. 424. അതെ, 414 ആണ്. 400-ലധികം സീറ്റുകൾ നേടി ജയിച്ച ഒരു നേതാവിന്റെ മകനാണ് ഈ 99 സീറ്റിന്റെ വിജയം കൊയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്തോ നേടിയെന്ന്. ഈ 99 നേടിയതിന്റെ അഹങ്കാരമാണ് നിലവിൽ കാണിക്കുന്നത് ജനങ്ങൾ. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. 2004 മുതൽ 14 വരെ ഈ സർക്കാർ കാണിച്ച അഹങ്കാരത്തിന്റെ ബലമാണ് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്നത്.
ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പുകൾ ഒരു 99 സീറ്റ് വന്നപ്പോൾ ചെറിയ അഹങ്കാരമുണ്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ജനങ്ങൾ അത് തിരിച്ചടി നൽകും. അതാണ് നാം ഡൽഹിയിൽ കണ്ടത്, ഹരിയാനയിൽ കണ്ടത്, മഹാരാഷ്ട്രയിൽ കണ്ടത്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായി തന്നെ അവർ മറുപടി നൽകുകയാണ്. ഇതെന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നില്ല? എന്തായാലും ഇപ്പോൾ റായ്ബറേലിയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള വീണ്ടും ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരികയാണ്. ഇപ്പൊ BJP ഉൾപ്പെടെയുള്ളവർ ആ മണ്ഡലത്തിൽ പ്രതിഷേധിക്കുകയാണ്. അവർ പ്രതിഷേധിക്കാനുള്ള കാരണം ഈ ബീഹാറിലെ മോദിയുടെ അമ്മയെ അപമാനിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ഇനി ബീഹാറിൽ എന്തായാലും ഈ കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അടുത്ത അദ്ദേഹം നോട്ടമിടാൻ പോകുന്നത് ഉത്തർപ്രദേശിനെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് ഒരു മുന്നേറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയും കൂടി ഇനി താമസിയാതെ ഒന്ന് തകർത്ത്, അതെ, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും മികച്ച സർക്കാർ വരണമെങ്കിൽ നല്ലൊരു പ്രതിപക്ഷം വേണം. അതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. താനും തന്നോടൊപ്പം നിൽക്കുന്നവരെ നിരന്തരം പ്രതിപക്ഷത്ത് നിർത്തി മികച്ചൊരു ഭരണം കാഴ്ചവെക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് നാം കാണുന്നത്. ഇനി ബീഹാറിലും അത് കാണാൻ പോവുകയാണ്. നിതീഷിനെ ശക്തനായ ഒരു ഭരണാധികാരിയായി മാറ്റണം. അതിന് ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. അതിനുള്ള ശ്രമമാണ്. അത് തന്നെയായിരിക്കും ഇനി ഉത്തർപ്രദേശിലും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തയ്യാറെടുപ്പുകൾ തുടരുകയാണ്.